പ്രിയമുള്ളവരെ, ജൂലൈ 30 ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉണർന്ന പ്രഭാതം അല്ലെങ്കിൽ കേട്ട വാർത്ത അതിദയനീയമായിട്ടുള്ള വാർത്തയാണ്. ഇപ്പോഴും കണ്ണു തുറന്നു നോക്കുവാനോ വിശ്വസിക്കുവാനോ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഭാതത്തിൽ എന്താ എവിടെയാ എന്ന് അറിയാതെ ജനങ്ങൾ തങ്ങളാൽ സാധിക്കുന്ന വിധത്തിലെല്ലാം ഓടി നടന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പക്ഷേ ഒത്തിരിയധികം ജീവൻ രക്ഷിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും 380ഓളം പേര് ജീവൻ ഇപ്പോൾ തന്നെ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഇനിയും എത്ര പേര് മണ്ണിൽ കിടപ്പുണ്ട് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശം ഒരു ദുരന്ത ഭൂമിയായിട്ട്, അതിദാരുണമായിട്ടുള്ള സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമായിട്ട് ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് നിരാശയും വേദനയും ദുഃഖവും അലതല്ലി കിടക്കുകയാണ്. എന്താണ് ഇനി എന്നുള്ളതാണ് ഏവരുടെയും മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യം. ദൈവത്തിന് മാത്രമേ അതിനുള്ള ഉത്തരം കണ്ടെത്തുവാനും, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് മറ്റു വഴിക്ക് പോകാമായിരുന്നിട്ടും ജനപ്പാർപ്പം അല്ലെങ്കിൽ ജനങ്ങൾ വസിക്കുന്ന ഇടങ്ങളിൽ കൂടി ജനങ്ങളെയും അവരുടെ വീടുകളെയും തൂത്തുവാരിക്കൊണ്ട് ഈ ഒരു ഉരുൾപൊട്ടൽ കടന്നുപോയത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഈ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചൂരൽമല ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത ഞങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഇടവക വികാരി എന്ന നിലയിൽ എനിക്കും വലിയ ഒരു ഹൃദയം നിറഞ്ഞ ദുഃഖമാണ് ഉളവാക്കിയിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട ഇടവകയിലെ 9 പേരാണ് ഈ അതിദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ജീവൻ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇതിൽ 7 പേരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നടത്തി. ഇനിയും 2 പേര് എവിടെയാണ് എങ്ങനെയാണെന്ന് ഇതുവരെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഐഡന്റിഫിക്കേഷനൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില കുടുംബങ്ങളിൽ നിന്ന് ഒരാളെ മാത്രം അവശേഷിപ്പിച്ച് ബാക്കി എല്ലാവരെയും തൂത്തുവാരിക്കൊണ്ടുപോയി. ചില കുടുംബങ്ങൾ എല്ലാവരും ഭവനവും അവരുടെ സ്ഥലവും എല്ലാം പോയി. എന്നാൽ പോലും കുടുംബാംഗങ്ങളെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ അത്ഭുതകരമായിട്ട് രക്ഷിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരാളെ മാത്രം എടുത്തുകൊണ്ട് പോവുകയും ബാക്കി എല്ലാ കുടുംബാംഗങ്ങളെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും മാത്രമല്ല, ഒരു കുടുംബത്തെ പൂർണ്ണമായിട്ടും മക്കളെയെല്ലാം മാറ്റി നിർത്തി കുടുംബത്തെ മുഴുവനായിട്ടും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായ ദുഃഖത്തിൻ്റെ, നിരാശയുടെ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വലിയ അതിദാരുണമായിട്ടുള്ള സംഭവം എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് അറിയത്തില്ല. എന്നാലും തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു.